നമസ്കാരം. കോതമംഗലത്ത് അങ്കണവാടി താലൂക്ക് തല പ്രവേശനോത്സവം നടത്തി. ഉത്സവാന്തരീക്ഷത്തിൽ കുരുന്നുകളെ വരവേൽക്കാൻ അയിരൂർപ്പാടം അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അങ്കണവാടി പ്രവേശനോത്സവം പിണ്ടിമന പഞ്ചായത്തിലെ 10ാം വാർഡിലെ സെന്റർ 14 നമ്പർ അയിരൂർപ്പാടം അങ്കണവാടിയിൽ കുരുന്നുകൾക്ക് കിരീടം വെച്ച് പൂക്കളും ബലൂണും മധുരവും നൽകി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷയായി. വാർഡ് മെമ്പർ SM അലിയാർ, ICDS സൂപ്പർവൈസർ വിമല അങ്കണവാടി സേവന പദ്ധതി വിശദീകരണം നടത്തി. വർക്കർ സിജി ആന്റണി, ഹെൽപ്പർ അലീമ അബ്ദുൾ റഹ്മാൻ, ALMC അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. വർഷങ്ങളായി പിണ്ടിമന പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മാതൃകാ സ്മാർട്ട് അങ്കണവാടിയാണ് അയിരൂർപ്പാടം അങ്കണവാടി. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടികളുടെ പ്രവേശനോത്സവമാണ് വളരെ ആഘോഷപൂർവ്വം നമ്മൾ അയിരൂർപ്പാടത്ത് 14ാം നമ്പർ അങ്കണവാടിയിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ കേരളത്തിൽ സ്കൂൾ പ്രവേശനോത്സവമായിരുന്നു. എല്ലാ മേഖലയിലും വലിയ ഉത്സവാന്തരീക്ഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ കുട്ടികളെ വരവേറ്റിട്ടുള്ളത്. അതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇന്ന് കൊച്ചുകുട്ടികൾ, പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മമാരുടെ മടിത്തട്ടിൽ നിന്നും കളിച്ചും ചിരിച്ചും വീട്ടിൽ വളരുന്ന ഒരു പ്രായത്തിലാണ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ അങ്കണവാടികളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വീടിനകത്തുള്ള സമാനമായ സാഹചര്യം ഓരോ അങ്കണവാടികളിലും ഉണ്ടാകണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ അങ്കണവാടികളും സമയബന്ധിതമായി സ്മാർട്ട് അങ്കണവാടികൾ എന്ന നിലയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആ പ്രവർത്തനം വളരെ നല്ല നിലയിൽ നടക്കുന്ന ഒരു പ്രദേശമാണ് കോതമംഗലം മണ്ഡലവും കോതമംഗലം ബ്ലോക്ക് പരിധിയും ഒക്കെ. ഒട്ടേറെ അങ്കണവാടികൾ ഇതിനോടകം തന്നെ നമ്മൾ സ്മാർട്ട് അങ്കണവാടികളായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന അയിരൂർപ്പാടത്ത് ഈ അങ്കണവാടി ആ നിലയിലുള്ള ഗണത്തിൽപ്പെടുത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നൊരു വേള കൂടിയാണ്. അപ്പോൾ അങ്കണവാടികളിൽ ഇന്ന് നമുക്കറിയാം കൊച്ചുകുട്ടികൾ അവർ കളിച്ചും ചിരിച്ചും വളരുന്ന പ്രായത്തിൽ വരുന്നു എന്ന് മാത്രമല്ല, ഓരോ വാർഡ് പ്രദേശത്ത് പരിശോധിച്ചാലും വിപുലമായ പ്രവർത്തനങ്ങളാണ് അങ്കണവാടികൾ